ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സ്കോർ റെയിൽവേ മലയാളത്തിന്റെ മറ്റൊരു സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ കാണുന്നതിൽ പല കുട്ടികളും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമും സെക്ഷൻ കൺട്രോളർ എക്സാമും അതുപോലെ തന്നെ നമ്മുടെ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെയും ടയർ 1 എഴുതിയിട്ട് ടയർ 2ന്റെ റിസൾട്ട് അല്ലെങ്കിൽ ടയർ 1ന്റെ റിസൾട്ടും കാത്തിരിക്കുകയായിരിക്കും. ടയർ 2 എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് അല്ലേ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഏതാനും ദിവസം മുന്നേ നമ്മുടെ RRB ട്രിവാൻഡ്രത്തിന്റെ വെബ്സൈറ്റിൽ ട്രിവാൻഡ്രം RRBയിൽ അപ്ലൈ ചെയ്തിട്ടുള്ള സെക്ഷൻ കൺട്രോളർ ജൂനിയർ എഞ്ചിനീയർ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാംസിന്റെ നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസിന്റെ ഒരു ലിസ്റ്റ് പുറത്ത് വന്നിട്ടുണ്ട്. നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ആ ലിസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് എത്രത്തോളം ആളുകളായിരിക്കും ഇത്തവണത്തെ CBT 1ന്റെ റിസൾട്ട് വരുമ്പോൾ ഷോർട്ട് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തുക, എന്തായിരിക്കും അതിന്റെ പ്രോസസ്സ് തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് ഡിസ്കസ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതേ മാതൃകയിൽ തന്നെയായിരിക്കും മറ്റേത് RRBയിൽ, ഇപ്പോൾ RRB ചെന്നൈ എടുത്താലും ബാംഗ്ലൂർ എടുത്താലും മുംബൈ എടുത്താലും ഒക്കെ ഇതേ പ്രോസസ്സ് തന്നെയാണ്. ഓൺലി തിങ് അവിടുത്തെ നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസിന്റെ ലിസ്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടില്ല എന്ന് മാത്രം. പക്ഷെ പ്രോസസ്സ് ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ തന്നെ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് റിസൾട്ട് കാത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എത്രത്തോളം മാർക്ക് വേണ്ടി വരും എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, നമുക്ക് സമയം കളയാതെ തന്നെ സെഷനിലേക്ക് കടക്കാം. അപ്പോൾ ഇതിനകത്ത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ ടയർ 1 കഴിഞ്ഞിരിക്കുകയാണ്. ടയർ 2ന് കാത്തിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് ഡിപ്പാർട്ട്മെന്റിൽ ട്രേഡിലുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. RRB ജൂനിയർ എഞ്ചിനീയർ എക്സാമിന്റെ CBT 2 ഇലക്ട്രോണിക്സ് ബാച്ചും CBT 2 ഇലക്ട്രിക്കൽ ബാച്ചും നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. അതുപോലെ തന്നെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാം CBT 2 2025ന്റെ നമ്മൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെയും ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ സെഷൻസിലേക്ക് കടക്കാം, കാര്യത്തിലേക്ക് കടക്കാം. സെക്ഷൻ കൺട്രോളറിന്റെ നോട്ടിഫിക്കേഷനകത്തുള്ള ഡാറ്റയാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നോക്കി നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ വേരിയസ് സ്റ്റേജസ് എന്ന് പറയുന്ന ഘട്ടത്തിൽ ദ ഷോർട്ട് ലിസ്റ്റിംഗ് ഫോർ CBAT ഷാൽ ബി ടു ദ എക്സ്റ്റെൻഡ് ഓഫ് 8 times ദ വേക്കൻസീസ്. 8 തവണയാണ്, വേക്കൻസിയുടെ 8 മടങ്ങ് ആളുകളെയാണ് എങ്ങോട്ട് എടുക്കുന്നത്, CBATലേക്ക് എടുക്കുന്നതെന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താ പറഞ്ഞിരിക്കുന്നത്, CBATന്റെ 70% മാർക്ക് CBT നിങ്ങൾ ഇപ്പോൾ എഴുതി കഴിഞ്ഞ പരീക്ഷയുടെയും 30% മാർക്ക് CBATന്റെ ഇനി എഴുതാൻ പോകുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിന്റെ ആണെന്ന് വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനകത്ത് തന്നെ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്താണ്, ഇത് ഓൾറെഡി നിങ്ങൾ കണ്ടു കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. റെസ്പോൺസ് ഷീറ്റ് നോക്കിയിട്ടില്ലാത്ത കുട്ടികൾ റെസ്പോൺസ് ഷീറ്റ് നോക്കുക. റെസ്പോൺസ് ഷീറ്റ് വന്നിട്ടുണ്ട്, സെക്ഷൻ കൺട്രോളറിന്റെ റെസ്പോൺസ് ഷീറ്റ് നോക്കുക. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഞാൻ ഓൾറെഡി ഗ്രൂപ്പ് ഡിയുടെ കേസിൽ പറഞ്ഞിട്ടുള്ളതാണ്, ചിലപ്പോൾ പല കുട്ടികൾക്കും അറിയണ്ടായിരിക്കില്ല. 2 വെബ്സൈറ്റുകൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ആ 2 വെബ്സൈറ്റുകളിൽ നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് നിങ്ങളൊന്ന് അടിച്ചു നോക്കുക. റാങ്ക് മിത്ര, റാങ്ക് ഗുരുജി. ഈ 2 വെബ്സൈറ്റുകൾ നിങ്ങളൊന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതാണ്. രണ്ടിലും 2 ഡാറ്റ, 2 എന്താ പറയുക, ഡിഫറെൻറ്റ് നമ്പർ ഓഫ് കാൻഡിഡേറ്റ്സ് ആയിരിക്കും അവരുടെ റെസ്പോൺസ് ഷീറ്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഇതനുസരിച്ചിട്ട് നിങ്ങളുടെ RRB ഏതാണ് എന്നുള്ളതും നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, ഈ 2 വെബ്സൈറ്റുകളിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആ പർട്ടിക്കുലർ RRBയിൽ നിന്നും അപ്ലോഡ് ചെയ്ത കുട്ടികളുടെ ഡാറ്റ വെച്ചുകൊണ്ടുള്ള നിങ്ങളുടെ അപ്രോക്സിമേറ്റ് റാങ്ക്, നിങ്ങൾ എത്രാമതാണ് നിൽക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു സിറ്റുവേഷനിൽ. അപ്പം നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണ്. ആൻഡ് നിങ്ങൾക്ക് റെസ്പോൺസ് ഷീറ്റ് കിട്ടി, നിങ്ങൾക്ക് എന്തെങ്കിലും കറക്ഷൻസ് ഒബ്ജെക്ഷൻസ് ഒക്കെ റേസ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 5/3/2026 ആണ്. ഇപ്പോൾ മാർച്ച് 5-ാം തീയതി വരെ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ കറക്ഷൻ കൊടുക്കാനുള്ള സമയമുണ്ട്, ഒബ്ജെക്ഷൻസ് റേസ് ചെയ്യാനുള്ള സമയമുണ്ട്. ഒരു ഒബ്ജെക്ഷന് എത്രയാണ്, 50 രൂപ വെച്ചിട്ടാണ് RRB നിങ്ങളുടെ കയ്യിൽ നിന്നും ഈടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഓൺ ഗോയിങ് ആണ്. ഇത് സെക്ഷൻ കൺട്രോളറിൻ്റെ കേസിൽ മാത്രമാണ് ഇപ്പം നിലവിൽ വന്നിട്ടുള്ളൂ. നമുക്ക് ബാക്കിയുള്ള RRBയുടെയോ ജൂനിയർ എഞ്ചിനീയറിൻ്റെയോ അതുപോലെ തന്നെ നമ്മുടെ ലോക്കോ പൈലറ്റിൻ്റെയോ റെസ്പോൺസ് ഷീറ്റ് ഇതുവരെ ലഭ്യമായിട്ടില്ല. അപ്പോൾ അതുകൂടെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതേ സൈറ്റ് അല്ലെങ്കിൽ ഇതേ പ്രോസസ്സ് നിങ്ങൾക്ക് അവിടെയും ചെയ്യാവുന്നതാണ്. അപ്പോൾ സെക്ഷൻ കൺട്രോളറിന്റെ കേസിൽ CBAT അടുത്ത കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലേക്ക് വേണ്ടി 8 മടങ്ങ് ആളുകളെ ആയിരിക്കും ക്വാളിഫൈ ആക്കുക. അതാണ് നിങ്ങൾ ഇവിടെ നിന്ന് മനസ്സിലാക്കിയ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അഗെയിൻ അടുത്ത ഇതിലേക്ക് പോകുമ്പോൾ ഇതാണ് സമ്മറി ഓഫ് വാലിഡ് അപ്ലിക്കൻസ്. എവിടെ, ട്രിവാൻഡ്രം RRBയിൽ ടോട്ടൽ വാലിഡ് അപ്ലിക്കൻസിന്റെ ലിസ്റ്റാണ്. അത് RRB തന്നെ പുറത്ത് വിട്ടിട്ടുള്ള ഒരു ലിസ്റ്റാണിത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 29,500 ആളുകളാണ് വാലിഡ് ആയിട്ട് സെക്ഷൻ കൺട്രോളർ എക്സാമിന് വേണ്ടി ട്രിവാൻഡ്രം RRBയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളത്. വാലിഡ് അപ്ലിക്കൻസിന്റെ എണ്ണമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. റിജക്ട് ചെയ്തിട്ടുള്ള അപ്ലിക്കേഷൻസ് എല്ലാം ഒഴിവാക്കിയതിന് ശേഷം. ആൻഡ് ശ്രദ്ധിക്കുക, എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ള ആളുകളുടെ ലിസ്റ്റ് അല്ല ഇത്, വാലിഡ് അപ്ലിക്കൻസ് ആണ്. നമുക്കറിയില്ല, ചിലപ്പോൾ 100% കുട്ടികൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 29,500 കുട്ടികൾ തന്നെ പരീക്ഷയിൽ എഴുതിയിട്ടുണ്ടായിരിക്കും.
50% ആയിരിക്കാം, 70% ആയിരിക്കാം. അപ്പോൾ അറ്റൻഡൻസ് വേറെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. താഴെ കൊടുത്തിരിക്കുന്നത് വേക്കൻസിയാണ്. UR വേക്കൻസി 7, SC വേക്കൻസി 4, ST വേക്കൻസി 5, OBC NCL 2, EWS വേക്കൻസി 1, ടോട്ടൽ വേക്കൻസി 19. ഇതെല്ലാം കൂടെ കൂട്ടിയാൽ കിട്ടുന്നതാണ് ടോട്ടൽ വേക്കൻസി എന്ന് പറയുന്നത്. അപ്പോൾ 19 വേക്കൻസി, 29,490 ആളുകളാണ് 19 വേക്കൻസിയിലേക്ക് വേണ്ടി മത്സരിക്കുന്നത്. ഇനി പോയിന്റ് ഇതല്ല, നിങ്ങളെ നേരിട്ട് ഈ വേക്കൻസിയിലേക്കല്ല നമ്മൾ ഇപ്പോൾ എടുക്കുന്നത്. നമ്മൾ ഓൾറെഡി അത് കണ്ട കാര്യമാണ്. എന്താണ് കണ്ടത്? Candidates equal to 8 times the number of vacancies will be selected from each of the communities. ഏതൊക്കെ കമ്മ്യൂണിറ്റി? UR കമ്മ്യൂണിറ്റി, OBC, NCL കമ്മ്യൂണിറ്റി, SC കമ്മ്യൂണിറ്റി, ST കമ്മ്യൂണിറ്റി, EWS കമ്മ്യൂണിറ്റി, ഇൻക്ലൂഡിംഗ് എക്സ് സർവീസ്മാൻ ഫോർ ദ CBAT. നെക്സ്റ്റ് സ്റ്റേജിന് വേണ്ടി, CBATന് വേണ്ടി ഈ വേക്കൻസിയുടെ എത്ര മടങ്ങ് ആൾക്കാരെടുക്കും? 8 മടങ്ങ് ആൾക്കാരെടുക്കും. അത് എന്തിന്റെ? ഈച്ച് ഓഫ് കമ്മ്യൂണിറ്റീസ്, ഓരോ കമ്മ്യൂണിറ്റിയുടെയും 8 മടങ്ങ് ആളുകളെ എന്ത് ചെയ്യും? നെക്സ്റ്റ് സ്റ്റേജിലേക്ക് വേണ്ടി എടുക്കും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ട്രിവാൻഡ്രത്തിൽ നിന്നും 7 × 8 56 UR സീറ്റുകൾ അല്ലെങ്കിൽ UR ആളുകൾ എടുക്കും. SC 32, OBC NCL 16, ST 40, EWS 18, ടോട്ടൽ 152. ഞാൻ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. ഈ എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ അങ്ങനെ തന്നെ മാറ്റി എഴുതി എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ അറൗണ്ട് 19, ഇതാണ് നിങ്ങൾ മനസ്സിൽ വെക്കണം. 152 ആളുകളുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും അപ്രോക്സിമേറ്റ്ലി പുറത്തേക്ക് വരിക. CBT 1 കഴിഞ്ഞിട്ട് അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് ഏകദേശം 152 ആളുകളെ ലിസ്റ്റ് ആയിരിക്കും പുറത്തേക്ക് വരിക. എക്സ് സർവീസ്മാനും കൂടെ ഉൾപ്പെടുത്തുമ്പോൾ അത് ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരിക്കും. ആൻഡ് RRB ഓൾറെഡി അത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിസ്റ്റിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യാനോ ഡിക്രീസ് ചെയ്യാനോ ഉള്ള പരമ അധികാരം ആർക്കാണ്? RRBക്കാണുള്ളത്. അപ്പോൾ നമ്മൾ ഈ വിചാരിക്കുന്ന ഏകദേശം റേഞ്ചാണിത്. ഇതിനകത്ത് 3, 4 പേരെ കൂടുതലോ കുറവോ ഒക്കെ സംഭവിക്കാം. അത് RRBയുടെ മാത്രം ഡിസ്ക്രിപ്ഷനാണുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ 9,417 UR കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്തിരുന്നതിൽ നിന്നും 56 പേരെ ആയിരിക്കും എടുക്കുക. പക്ഷേ ഈ 56 ആരും കാണാം? OBCക്കാരൊക്കെ കാണാം. അവർ UR കട്ട് ഓഫ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ OBC, UR എന്ന് പറഞ്ഞാൽ അൺറിസർവ്ഡ് എന്നാണ് അർത്ഥം. അതിനകത്ത് അല്ലാതെ അവിടെ അതൊരു പർട്ടിക്കുലർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുള്ളതല്ല. URനകത്ത് ആരും കാണും? OBC, SC, ST, ഈ പറഞ്ഞ EWS ആരൊക്കെ കാണും. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ UR കട്ട് ഓഫ് ക്ലിയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. ഇനി അവർ കമ്മ്യൂണിറ്റി വൈസ് കട്ട് ഓഫ് ആണ് ക്ലിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പിന്നീട് അവരെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസിലേക്ക് മാത്രമേ പരിഗണിക്കുകയുള്ളൂ. അതും കൂടെ ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. അതായത് ഒരു SC കാൻഡിഡേറ്റ് ആണ്, SC കട്ട് ഓഫ് ആണ് നിങ്ങൾ ക്ലിയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് സ്റ്റേജിൽ SCക്ക് എത്ര വേക്കൻസിയാണോ ഉള്ളത് അതിനെ മാത്രമേ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ എന്നുള്ള കാര്യം കൂടെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. മനസ്സിലായില്ലേ? അപ്പോൾ ഏകദേശം എത്ര ആളുകളെ ആയിരിക്കും പരിഗണിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റാങ്ക് ഗുരുജി അല്ലെങ്കിൽ റാങ്ക് മിത്രയിലൊക്കെ പോയിട്ട് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് നോക്കുക. ആൻഡ് ഇത് ട്രിവാൻഡ്രം RRBയുടെ മാത്രമാണ് നിലവിൽ വന്നിട്ടുള്ളൂ. ചെന്നൈ RRBയുടെയോ നമ്മുടെ മറ്റ് RRBസിൻ്റെ ഒന്നും നമ്പർ ഓഫ് അപ്ലിക്കൻസ് നമുക്ക് നിലവിൽ ലഭ്യമല്ല. അത് വരുന്ന മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രോസസ്സ് ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ കിട്ടും. ഓക്കെ, ഇനി ഇതാണ് ഇവിടെ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ CBATനെ പോകുന്നേക്കാൾ മുന്നേ അനക്ഷർ 6 കൊടുത്തിട്ടുള്ള എന്ത് ചെയ്യണം? വിഷൻ സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അനക്ഷർ 6 കൊടുത്തിട്ടുള്ള വിഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അനക്ഷർ 6. അപ്പോൾ ഇവിടെ വ്യക്തമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്, കാൻഡിഡേറ്റ്സ് ഹു ഹാവ് അണ്ടർഗോൺ ലാസിക് സർജറി ഓർ എനി അതർ സർജറി പ്രൊസീജിയർ ടു കറക്റ്റ് റിഫ്രാക്ടറി എറർ ആർ നോട്ട് എലിജിബിൾ ഫോർ ദ പോസ്റ്റ് ഹാവിംഗ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് A2. ഇത് ഒപ്പിടിച്ച് വാങ്ങിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ഈ സർട്ടിഫിക്കറ്റും കൊണ്ട് വേണം നിങ്ങൾ CBATലേക്ക് പോകാനായിട്ട്. ഓക്കെ, ഇനി ഇത് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിൻ്റെ കാര്യമാണ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നത് 15 മടങ്ങ് ആളുകളെ ആയിരിക്കും എങ്ങോട്ട് എടുക്കുക? CBT 2ലേക്ക് എടുക്കുക. 15 മടങ്ങ് ആളുകളെ, വേക്കൻസിയുടെ 15 മടങ്ങ് ആളുകളെയായിരിക്കും എവിടേക്ക് എടുക്കുക? CBT 2ലേക്ക് എടുക്കുക. അതും ഈ പറഞ്ഞ പോലെ കമ്മ്യൂണിറ്റി വൈസ് വേക്കൻസീസ് തന്നെയാണ് അവിടെയും എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ 55 ഒഴിവാണെങ്കിൽ അതിൻ്റെ 15 ഇരട്ടി ആളുകളെ, അങ്ങനെ ടോട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 2220 പേരുടെ ഒരു ലിസ്റ്റ് ആയിരിക്കും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. എന്തിലേക്ക്? നമ്മുടെ ഈ പറഞ്ഞ CBT 2 എഴുതാനായിട്ട്. ഇനി നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസ് എത്രയാണ്? നമ്പർ ഓഫ് വാലിഡ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത് 13,609 ആണ്. 2220 ആണ് ടോട്ടൽ നമ്മൾ എടുക്കുന്ന ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ സാധ്യതയുള്ള ആളുകളുടെ നമ്പർ. അതിൽ ഓൾറെഡി അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകളുടെ എണ്ണം 13,609 ആണ്. അതിലൊരു 70% അറ്റൻഡൻസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 10,000 പേര് പരീക്ഷ എഴുതി തന്നെ വിചാരിക്കുക. ആ 10,000-ൽ 2220 പേരെ എന്ത് ചെയ്യും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം ഒരു 20% ആളുകൾ പരീക്ഷ എഴുതിയതിൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് CBT 1 ട്രിവാൻഡ്രം RRBയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നതിൽ ഒരു 20% ആളുകളെങ്കിലും, അപ്രോക്സിമേറ്റ്ലാണ്, ഇതൊന്നും ഒരു എക്സാക്ട് ഡാറ്റ അല്ല ഞാൻ പറയുന്നത്, അപ്രോക്സിമേറ്റ്ലി ഒരു 20% ആളുകളെങ്കിലും എന്ത് ചെയ്യും?
ഷോർട്ട് ലിസ്റ്റിനകത്ത് അകപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വലിയ കുഴപ്പമില്ലാത്ത മാർക്കുള്ള കുട്ടികളാണ്, നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ച് തുടങ്ങുക. ഓക്കെ, അപ്പോൾ അതും കൂടെ ഒന്ന് മനസ്സിൽ വെക്കുക. ഇതാണ് ലോക്കോ പൈലറ്റിൻ്റെ കാര്യത്തിൽ എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇത് ജൂനിയർ എഞ്ചിനീയർ ലിസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ പറയാത്തത്, ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇത്രയും പോസ്റ്റുകളുണ്ട്. അപ്പോൾ ഓരോ പോസ്റ്റിലേക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ആളുകളുടെ എണ്ണം ആൻഡ് അതിൻ്റെ ട്രേഡ് എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ഞാൻ ജൂനിയർ എഞ്ചിനീയർ എക്സാമിന് ആ ഒരു ഡീറ്റെയിൽ അനാലിസിസ് നടത്തുന്നില്ല. നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കിയാൽ കാണാൻ പറ്റും. ആകെ മൊത്തം 13,041 പേരാണ് JEE വേണ്ടി ട്രിവാൻഡ്രം RRBയിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിൽ ടോട്ടൽ ഒഴിവുകൾ വരുന്നത് 62 ഒഴിവുകളാണ് ടോട്ടൽ വരുന്നത് ട്രിവാൻഡ്രം RRBയിൽ. അപ്പോൾ 13,041 പേര് ആണ് അതിലേക്ക് എന്ത് ചെയ്തിരിക്കുന്നത്, അപ്ലൈ ചെയ്തിരിക്കുന്നത്. എത്ര ഒഴിവുകളിലേക്ക്? 62 ഒഴിവുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്തിരിക്കുന്നത്. ആൻഡ് അഗെയിൻ ഇതിൽ ഈ പറഞ്ഞ പോലെ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഈ പോസ്റ്റുകൾക്ക് ആർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ? നമ്മുടെ സിവിലുകാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന ഈ പോസ്റ്റുകളിലേക്ക് ഇലക്ട്രിക്കലുകാർക്കും മെക്കാനിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. SNTയിലേക്ക് ആർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ? ഇലക്ട്രിക്കലുകാർക്കും ഇലക്ട്രോണിക്സുകാർക്ക് മാത്രമാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. മെക്കാനിക്കലിലേക്ക് ഇലക്ട്രിക്കലുകാർക്കും ആർക്ക് അപ്ലൈ ചെയ്യാനും പറ്റും, മെക്കാനിക്കലുകാർക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതും കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും വേരിയേഷൻസ് വരുന്നതുകൊണ്ടാണ് ഞാൻ JEEയുടെ കേസിൽ ഒരു പരിധി വിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. പക്ഷേ ഇതാണ് ടോട്ടൽ നമ്പർ ഓഫ് അപ്ലിക്കൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഡാറ്റ കൂടെ നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക. വേക്കൻസി എത്രയാണ്, എത്ര പേര് അപ്ലൈ ചെയ്തിട്ടുണ്ട് ട്രിവാൻഡ്രം RRBയുടെ. ഇതേപോലെ തന്നെ ചെന്നൈയുടെ നമ്പർ ഓഫ് അപ്ലിക്കൻസും പുറത്ത് വരും, മുംബൈയുടെ വരും, ബാംഗ്ലൂരിൻ്റെ വരും. നിങ്ങൾ ഈ പറയുന്ന ഏതെങ്കിലും ഒരു RRBയിലാണ് കൊടുത്തിരിക്കുന്നത്, ഏതെങ്കിലും ഒരു എക്സാമിന് ഈ പറയുന്ന RRBസിലാണ് കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതുകൂടെ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക. മോസ്റ്റ് പ്രോബബ്ലി സെക്ഷൻ കൺട്രോളർ എക്സാം ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും തന്നെ അവിടെ കൊടുക്കാനാണ് സാധ്യത ട്രിവാൻഡ്രം. കാരണം 19 ഒഴിവ് എന്ന് പറയുന്ന അന്ന് എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ 5 ഒഴിവോ മറ്റോ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ സെക്ഷൻ കൺട്രോളർ എക്സാമിന്. അപ്പോൾ 19 ഒഴിവ് ട്രിവാൻഡ്രം RRBയിൽ വരുമ്പോൾ കൂടുതൽ കുട്ടികൾ ട്രിവാൻഡ്രം RRBയിൽ വെക്കാനായിരുന്നു സാധ്യത. അതുകൊണ്ട് തന്നെയാണ് ട്രിവാൻഡ്രം RRBയിൽ ജൂനിയർ എഞ്ചിനീയർ എക്സാമിനെ വെച്ച് നോക്കുമ്പോഴും അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എക്സാമിനെ വെച്ച് നോക്കുമ്പോഴും ട്രിവാൻഡ്രം RRBയിൽ ഒഴിവ് കൂടുതൽ എവിടെ വന്നു? നമ്മുടെ സെക്ഷൻ കൺട്രോളറിൻ്റെ കേസിൽ അപ്ലിക്കൻസിൻ്റെ എണ്ണം കൂടുതൽ വന്നത് അതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ സെക്ഷൻ കൺട്രോളറിൻ്റെ അനാലിസിസും കൂടെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ഇതിൻ്റെയാണ് റെസ്പോൺസ് ഷീറ്റ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഉടനെ തന്നെ റിസൾട്ട് ഷോർട്ട് ലിസ്റ്റ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഷോർട്ട് ലിസ്റ്റ് വന്നാൽ ഉടനെ തന്നെ ഒരു CBAT കമ്പ്യൂട്ടർ ബേസ്ഡ് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് നടത്താനുള്ള സാധ്യതയുണ്ട്. പ്രോസസ്സ് പെട്ടെന്നാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ എന്ത് ചെയ്യുക, അതനുസരിച്ചിട്ട് നിങ്ങൾ തന്നെ സജ്ജരാക്കുക. ഓക്കെ, എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിൻ്റെ ടയർ 2 ആയിക്കോട്ടെ, JEEയുടെ ടയർ 2 ആയിക്കോട്ടെ, സ്കോർ നമ്മൾ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള കുട്ടികൾക്ക് നമ്മുടെ ഭാഗമായിട്ട് ഇത്തവണ ഈ പറയുന്ന എക്സാംസിന് പ്രിപ്പയർ ചെയ്യാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അല്ലെങ്കിൽ ഗൂഗിൾ ഫോം ഈ വീഡിയോയുടെ താഴെ കൊടുക്കാം, നിങ്ങൾക്ക് ആ ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉഷാറായിട്ട് പഠിക്കുക, അടുത്ത സ്റ്റേജിലേക്ക് പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കുക. കടക്കോ ഇല്ല എന്നുള്ളൊക്കെ രണ്ടാമത്തെ കാര്യം. പക്ഷേ പ്രിപ്പറേഷൻ തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ജോലിയിൽ എത്തിപ്പെടാനായിട്ട് സാധിക്കുകയുള്ളൂ. ഉഷാറായിട്ട് പഠിക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.